പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടോപ്പ് 10ലേക്ക് സ്വാഗതം. തിരുവോണം പൊടിപൊടിച്ച് മൂന്നാം ഓണവും കഴിഞ്ഞ് നാലാം ഓണത്തിൻ്റെ ആലസ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഒരു ഉള്ളുലച്ചിൽ തന്നെയാണ്. നമുക്കറിയാം ഈ തിരുവോണ ദിവസം ഉണ്ടായ നേപ്പാൾ ദുരന്തം. ഇതുവരെ പുറത്തു വന്ന കണക്കുകൾ തന്നെ ദുരന്തത്തിൻ്റെ ആ ഒരു ഭീകരത വ്യക്തമാകുമ്പോൾ ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾ ഒരുപക്ഷെ അതിലും നടക്കുന്നതായിരിക്കും. മരണസംഖ്യ ഉയരുന്നു. അതിനേക്കാൾ ആശങ്കപ്പെടുത്തുകയാണ് മലയാളികളടക്കമുള്ള കാണാതായ ആ 1400ഓളം പേർ. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കും ആ കണക്കുകൾ. എന്തായാലും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ ഇത്തരത്തിലുള്ള കണക്കുകളും യഥാർത്ഥ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഒക്കെ അറിയാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നേപ്പാൾ പ്രളയത്തിൽ 33 മലയാളികളടക്കം 288 ഇന്ത്യക്കാരെ കുറിച്ച് വിവരമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. മരണസംഖ്യ 359ആയി. 1000-ലേറെ പേരെ കാണാതായി. ഇന്ത്യയുടെ സഹായം നേപ്പാളിൽ എത്തിച്ചു. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥ പീഡനത്തിൽ മനം നൊന്ത യുവാവിന്റെ ആത്മഹത്യ. മലപ്പുറം കിഴിശ്ശേരി സ്വദേശി ഷൗക്കത്തിൽ ജീവനൊടുക്കിയത്. വാഹനത്തിന് ഫിറ്റ്നസ് ഉദ്യോഗസ്ഥർ നൽകാത്തത് സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ച ശേഷം. ഫിറ്റ്നസ് നൽകാത്തത് രൂപമാറ്റം ഒഴിവാക്കാത്തതിനാലെന്ന് ഗതാഗത അന്വേഷണ റിപ്പോർട്ട്. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയായ തോട്ടം തൊഴിലാളി മരിച്ചു. നീറ്റ് ജെഇഇ ദേശീയ പ്രവേശന പരീക്ഷകളിൽ സമഗ്ര മാറ്റങ്ങൾക്ക് ശുപാർശ ചെയ്ത വിദഗ്ധ സമിതി. സ്കൂൾ പഠനവും പ്രവേശന പരീക്ഷകളും തമ്മിൽ പൊരുത്തക്കേടെന്ന സമിതി. എൻട്രൻസ് കോച്ചിങ്ങിനെ അമിതമായി ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും 12ാം ക്ലാസ് മാർക്കിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശം. റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറി. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് രൂപരേഖയായി. ഡോക്ടർമാരെ പുനർവിന്യസിക്കും. സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് KGMOയുടെ എതിർപ്പ് തള്ളി. പ്രതിപക്ഷ ഉപനേതൃ തർക്കത്തിൽ ആടിയുലഞ്ഞ ഇടതുമുന്നണി. CPM CPI പോരിൽ കടുത്ത പ്രതിസന്ധിയിലായി നേതൃത്വം. ദേശീയതലത്തിൽ വീണ്ടും ചർച്ച നടത്തി സമവായ നീക്കത്തിന് ശ്രമം. CPMലെ ഒരു വിഭാഗം CPIയെ പിന്തുണയ്ക്കുന്നതായും സൂചന. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനൊരുങ്ങി KSEB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിന് നീക്കം. റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത് യൂണിറ്റിന് 12.5 രൂപ വരെ. റെയിൽവേ നിർത്തലാക്കിയ വയോജനങ്ങൾക്കായുള്ള യാത്രാനുകൂല്യം പുനഃസ്ഥാപിക്കാതെ കേന്ദ്ര സർക്കാർ. ടിക്കറ്റ് നിരക്കിലെ ഇളവ് പുനഃസ്ഥാപിക്കാത്തത് നീതി നിഷേധമെന്നും കേന്ദ്ര വയോജന നയത്തിന്റെ ലംഘനമെന്നും കേരള സീനിയർ സിറ്റിസൺസ് ഫോറം. ടിക്കറ്റ് ഇളവ് നിർത്തലാക്കിയത് 2020 കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയെ സമനിലയിൽ തളച്ച ശ്രീലങ്ക. രണ്ടാം ഇന്നിംഗ്സിലും ശ്രീലങ്കയുടെ സോനാലിന് സെഞ്ചുറി. ആദ്യ ടെസ്റ്റ് ജയിച്ച് ഇന്ത്യക്ക് പരമ്പര. സംസ്ഥാനത്ത് മദ്യവിൽപ്പന കൂടി. ഉത്രാട ദിവസം വരെ 771 കോടി 29 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന. ഉത്രാടത്തിൽ മാത്രം വിറ്റത് 126 കോടി 31 ലക്ഷം രൂപയുടെ മദ്യം. ഒരു മാസത്തെ സപ്ലൈകോ വിറ്റുവരവ് 433 കോടി 81 ലക്ഷം രൂപ. കൂടുതൽ സാധനങ്ങൾ വിറ്റത് ഉത്രാട ദിനത്തിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. ചെറിയൊരു യന്ത്രം, വലിയൊരു സഹായം. ദുരന്തത്തിന്റെ ഭീകരത കൊണ്ടും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ നിരവധി പേർ ഈ ദുരന്ത മേഖലയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടുമൊക്കെ നേപ്പാൾ മിന്നൽ പ്രളയത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്നും ടോപ്പ് 10ൽ ആദ്യ വാർത്ത തന്നെയാണ്. വടക്കൻ നേപ്പാളിനെ തരിപ്പണമാക്കിയ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നത് വലിയ രീതിയിൽ ആശങ്ക കൂട്ടുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 389 മരണം റിപ്പോർട്ട് ചെയ്തു. 1000-ലധികം 1400ഓളം പേരെ കാണാതായി എന്നുള്ള അനൌദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും ഇതിൽ 33 പേർ മലയാളികളാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ജിഷ്ണു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ
ആശങ്ക അവസാനിക്കുന്നേയില്ല. തിരുവോണദിനത്തിൽ ഒരുപക്ഷെ മലയാളിക്കുണ്ടായ ആ സന്തോഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയൊരു സങ്കടം, നമ്മുടെ സഹോദരങ്ങൾ നേപ്പാളിൽ പെട്ടുപോയവർ, അകപ്പെട്ടു പോയവർ, അത് ഇന്ത്യക്കാരടക്കമുള്ളവർ അല്ലെങ്കിൽ ഏത് രാജ്യക്കാരാകട്ടെ, പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചു. ഓരോ സമയം കഴിയുന്തോറും, ഓരോ മണിക്കൂർ കഴിയുന്തോറും ആ ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് വ്യക്തമാക്കിക്കൊണ്ട് മരണസംഖ്യ കൂടുന്നു, കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് വ്യത്യാസമുണ്ടാകുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം എന്ത് വിശദീകരണം ഇക്കാര്യത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എവിടെ ആരൊറ്റപ്പെട്ടു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഇന്ത്യ നേപ്പാളിനൊപ്പം തോളോട് തോൾ ചേർന്ന് സഹായം നൽകുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സ്വപ്ന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേപ്പാളിൽ വീണ്ടും മഞ്ഞുമല ഇടിയാനും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ഉള്ളത്. അപകട സാധ്യതയുള്ള മേഖലകൾ, നദീതീരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയം വൻ നാശനഷ്ടമാണ് ടിബറ്റൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വടക്കൻ നേപ്പാൾ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ, ഈ അപകടത്തിന് ശേഷമുള്ള ഉപഗ്രഹ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ വടക്കൻ നേപ്പാൾ മേഖലയിൽ ഉണ്ടായി. അവിടെയും മഞ്ഞുമല ഇടിഞ്ഞു വീണ് വൻ പ്രളയം ഉണ്ടാവുകയും ഇതിനോടകം തന്നെ മരണസംഖ്യ 400-നടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അനൗദ്യോഗികമായ കണക്കുകൾ അതിൽ കൂടുതൽ മരണം സംഭവിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണ സേനയും പോലീസും സൈന്യവും സംയുക്തമായി രക്ഷാപ്രവർത്തനം തുടരുന്നു. നിരവധി കെട്ടിടങ്ങൾ, വീടുകൾ, പാലങ്ങൾ, റോഡ് ഇവയെല്ലാം തന്നെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം എത്ര ആളുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ നടത്തി വരികയാണ്. ദുരന്ത നിവാരണ സേനയും സൈന്യവും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അത് അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാണ് ദുരന്ത നിവാരണ സേന, നേപ്പാളിലെ ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്ത്യ ഇക്കാര്യത്തിൽ നേപ്പാളിന് ഈ അപകട സമയത്ത് വലിയ പിന്തുണ നൽകുകയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുമുള്ള സഹായവുമായി ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ നേപ്പാളിൽ പറന്നിറങ്ങിയിരുന്നു. ഒപ്പം വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് നേപ്പാളിൽ ഈ പ്രളയത്തിൽ 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയധികം ഇന്ത്യൻ പൗരന്മാരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർത്ഥാടകരായിരുന്നു. അതിൽ തമിഴ്നാട് സ്വദേശികളുമുണ്ട്. മറ്റ് 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അവരെ കാണാതായിട്ടുണ്ട്. അതിൽ 33 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളും ഒപ്പം നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് തന്നെ 800-ലധികം ആളുകൾ, അതിൽ 456 വിദേശ പൗരന്മാരുൾപ്പെടെ 800ഓളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അപകടത്തിന്റെ എല്ലാം വ്യക്തമായിട്ടുള്ള നാശനഷ്ട കണക്കുകൾ, ആളപായം സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം വ്യക്തമായി പുറത്തുവരാൻ സമയമെടുക്കും. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പിന്തുണ ഈ അപകട സമയത്ത് നേപ്പാളിന് നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായം നൽകിയിട്ടുണ്ട്. അപ്പം നേപ്പാളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത ഉണ്ടാവുകയും അവിടെ നദിയിൽ വെള്ളം ഉയരുകയും ചെയ്തതിനാൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിലെ ചില മേഖലകളിൽ നിന്ന് മൃതദേഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെടുത്തതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നേപ്പാളിൻ്റെ താഴെ ഭാഗത്തേക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും എല്ലാം. നദിയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ അത് ഈ സംസ്ഥാനങ്ങളിലേക്കും എത്തും. അതുകൊണ്ട് നദീതീരങ്ങളിൽ താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ്, ബീഹാർ കൂടാതെ പശ്ചിമ ബംഗാളിലും സമാനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വപ്ന, എത്രയും പെട്ടെന്ന്, എത്രയും വേഗത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു, അത്രയും വേഗം കൂടുതൽ ജീവനുകൾ രക്ഷിക്കാനാകും എന്ന ആ ഒരു പ്രതീക്ഷയാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം അത് ചൈനയുടെ ഭാഗത്തു നിന്നായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നായാലും നേപ്പാളിനോട് ഒത്തുചേർന്ന് തോളോട് തോൾ ചേർന്ന് നടക്കുന്നത്. പക്ഷേ വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന കാര്യം, കൂടുതൽ ഇതുപോലുള്ള മഞ്ഞുമലയിടിച്ചിലിന് അല്ലെങ്കിൽ പ്രകമ്പനത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നാണ്. എന്തുകൊണ്ട് നേപ്പാളിൽ ഇത്രയും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ശരിക്കും ഈ ഭൂമിയുടെ ഉപരിതല പാളി, ലിത്തോസ്ഫിയർ, അത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ പാളികളായും വലിയ
വലിയ പാളികളായും ഒക്കെ അതിൽ ചെറിയ പാളികൾ, അതായത് യുറേഷ്യൻ പ്ലേറ്റിൽ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് കൂടിച്ചേരുന്ന അവിടെയാണ് ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അങ്ങനെ രൂപപ്പെട്ട ആ കൂറ്റൻ വൻ മലനിരകൾ, മഞ്ഞുമലകൾ ഒക്കെ ആഗോളതാപം കൂടിയതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിദഗ്ധർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് നേപ്പാളിനെ ഒരു ദുരന്ത ഭൂമിയായി, ഒരുപക്ഷെ ഏറ്റവും മനോഹരമായി പച്ച പുതച്ച നേപ്പാൾ ഒരുപക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിച്ച ഒരു വർഷം പോലുമില്ല, 2015 മുതൽ നമ്മൾ ഇങ്ങോട്ടുള്ള കണക്കുകൾ നോക്കിയാൽ ഒരു വർഷം പോലുമില്ല നേപ്പാളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പുറത്തു വരാത്തത്, നമ്മൾ കേൾക്കാത്തത്. എന്തായാലും എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാരടക്കമുള്ളവർ നേപ്പാളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് അതിവേഗം സർക്കാർ കടക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ 288 ഇന്ത്യക്കാരെക്കുറിച്ച് വിവരമില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. ഇതിൽ തൃശ്ശൂലി 1 പവർ പ്രോജക്റ്റിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു 73 ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടെയാണ് ഈ കണക്കുകൾ. 33 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്, 85 പേർ തമിഴ്നാട് സ്വദേശികളാണ്. ഒപ്പം 48 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇതിനോടകം തന്നെ ഇന്ത്യ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേക കൺട്രോൾ റൂമുകളടക്കം തുറന്നിട്ടുമുണ്ട്. നോർക്കയുടെ അറിയിപ്പ് ഇങ്ങനെയാണ്. ഏതാണ്ട് 53 മലയാളികൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നോർക്ക പുറത്തുവിടുന്ന വിവരം. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും നോർക്ക CEO രാജേഷ് മാധവൻ അറിയിച്ചു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. അപ്പോൾ എന്തായാലും ഈ എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് ഓരിക്കുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സാധാരണക്കാരൻ നേരിടുന്ന ഭരണകൂട അല്ലെങ്കിൽ ഉദ്യോഗസ്ഥതല സമ്മർദ്ദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുന്നു മലപ്പുറം കീഴ്ശ്ശേരി സ്വദേശിയായ ഷൗക്കത്ത് അലി എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. അദ്ദേഹത്തിൻ്റെ ഏക ജീവനമാർഗമായ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് MVD ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചത് 10 മാസമാണ്. MVD ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കി തൻ്റെ മരണകാരണം വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് അങ്ങേയറ്റം വൈകാരികവും ഹൃദയഭേദകവുമാണ്. കീഴ്ശ്ശേരി സ്വദേശി ഷൗക്കത്ത് അലിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ ജീവനൊടുക്കിയത്. സ്വന്തം വീട്ടിലാണ് ഷൗക്കത്ത് അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചാണ് ഷൗക്കത്ത് അലി ആത്മഹത്യ ചെയ്തത്. ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 മാസമായി കൊണ്ടോട്ടി MVD ഓഫീസിൽ കയറി ഇറങ്ങുകയായിരുന്നുവെന്നും കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് തടഞ്ഞുവെച്ച് തൻ്റെ ജീവിതമാർഗം തകർത്തതായും ഷൗക്കത്ത് അലി ഫേസ്ബുക്കിൽ കുറിച്ചു. വാഹനത്തിന്റെ ഫിറ്റ്നസ് ലഭിക്കാത്തതിനെ തുടർന്ന് വരുമാനം നിലച്ചുവെന്നും EMI മുടങ്ങിയതിനാൽ സിബിൽ സ്കോർ താഴ്ന്നതായും ഷൗക്കത്ത് അലി ആരോപിച്ചു. മാതാപിതാക്കളോ ഭാര്യയോ കുട്ടികളോ ഇല്ലാത്ത തനിക്ക് നീതി വാങ്ങി നൽകാൻ പൊതുസമൂഹവും സ്റ്റേറ്റും മുന്നോട്ട് വരണമെന്നാണ് ഷൗക്കത്ത് അലിയുടെ അവസാന അഭ്യർത്ഥന. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിക്ക് പ്രധാന കാരണം ഏജന്റ് സംവിധാനമാണെന്നും ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. അഴിമതി തുലയട്ടെ എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഡോക്ടർ BR അംബേദ്കറുടെ വചനങ്ങളോടുകൂടിയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സംഭവത്തിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. അമൃത ന്യൂസ്, മലപ്പുറം. എന്നാൽ തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞതാണ് ഗതാഗത സെക്രട്ടറി TV അനുപമ ഗതാഗത മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട്. ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റങ്ങൾ ഒഴിവാക്കാത്തതിനാൽ എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. മരിച്ച ഷൗക്കത്തിന്റെ ആരോപണങ്ങൾ MVDയും അന്വേഷിക്കും. 2021 വാങ്ങിയ ഓട്ടോയ്ക്ക് 2025 ഓഗസ്റ്റ് 16 വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചിരുന്നു. രണ്ടാം തവണ 2025 നവംബർ 11 കൊണ്ടോട്ടി AMVAയ്ക്ക് മുന്നിൽ വാഹനം ഹാജരാക്കിയപ്പോഴാണ് ഫിറ്റ്നസ് നിഷേധിച്ചത്.
ഡ്രൈവർ സീറ്റിലെ ആംബ്രസ്റ്റുകൾ, കൂർത്ത മെറ്റൽ വീൽ കപ്പുകൾ, ഡ്രൈവർ ക്യാബിന്റെ ഇരുവശങ്ങളിലും വെൽഡ് ചെയ്ത സ്റ്റീൽ റെയിലിംഗുകൾ, യാത്രക്കാരുടെ ക്യാബിനിന്റെ വലതുവശത്ത് ഉയർത്തി വെൽഡ് ചെയ്ത സ്റ്റീൽ റെയിലിംഗുകൾ എന്നിവ നീക്കം ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാറ്റങ്ങൾ വരുത്തിയ ശേഷം വാഹനം വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് വാഹനം വീണ്ടും പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ സ്റ്റീൽ റെയിലിംഗുകൾ ഒഴികെയുള്ള നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഷൗക്കത്ത് നടത്തിയിരുന്നതായും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വാഹന പരിശോധനാ വേളയിലോ തുടർ നടപടികളിലോ എന്തെങ്കിലും വീഴ്ചയോ മാനസിക പീഡനമോ ഉണ്ടായിട്ടുണ്ടെന്ന് ഗതാഗത സെക്രട്ടറി വിശദമായി അന്വേഷിക്കും. സാമൂഹിക മാധ്യമങ്ങളിൽ ഷൗക്കത്ത് പങ്കുവച്ച ദൃശ്യങ്ങളും കുറിപ്പും അന്വേഷണ വിധേയമാക്കും. ലഭിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. ഷൗക്കത്തിന്റെ ആരോപണങ്ങളിൽ MVDയും അന്വേഷണം നടത്തും. മലപ്പുറം RTO, ഗതാഗത കമ്മീഷണറേറ്റിലെ സീനിയർ വിജിലൻസ് ഓഫീസർ എന്നിവരായിരിക്കും അന്വേഷിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരിക്കും ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്തുമായിക്കൊള്ളട്ടെ, ഈ നിയമാനുസൃതമായി ലഭിക്കേണ്ട സേവനങ്ങൾ പോലും സാധാരണക്കാരന് ഈ ഉദ്യോഗസ്ഥ ഇടനിലക്കാരുടെ അനാവശ്യ കൈകടത്തലൂടെ കിട്ടൂ എന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ അധികാരവും പണവും തമ്മിലുള്ള കൂട്ടുകെട്ട് സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യം, അതിപ്പോൾ ഏത് സർക്കാരായാലും ഭരണകൂട പരാജയം തന്നെ എന്നതിൽ യാതൊരു സംശയം വേണ്ട എന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്നിപ്പോൾ വരുന്നത്, സംസ്ഥാനത്ത് വീണ്ടും മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടായി ഒരു ജീവൻ നഷ്ടമായി എന്ന വാർത്തയാണ്. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചപ്പനാണ് മരിച്ചത്. അതിൻ്റെ ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിൽ നേരിയ പ്രതിഷേധവും ഉണ്ടായി. CPM-ന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ദേശീയപാത ഉപരോധിക്കുന്നതിന് വരെ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ഉടുമ്പൻചോല MLA സേനാപതി വേണുവിന്റെ ഇടപെടൽ പിന്നീട് ബന്ധുക്കളെ അനുനയിപ്പിച്ചു. സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് മകളുടെ ഏലത്തോട്ടത്തിന്റെ മേൽനോട്ടം വഹിച്ചു വരികയായിരുന്നു തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചപ്പൻ. രാവിലെ തോട്ടത്തിലെത്തിയപ്പോൾ കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ ആന നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. തോട്ടത്തിലേക്ക് ഇറങ്ങിയ ഉടൻ ഇദ്ദേഹത്തെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ ശബ്ദം കേട്ട് സമീപത്തെ തോട്ടങ്ങളിലുണ്ടായിരുന്നവർ ഓടിയെത്തിയപ്പോഴാണ് ഒച്ചപ്പൻ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ദേശീയപാത ഉപരോധിച്ചു. ഉടുമ്പൻചോല MLA സേനാപതി വേണുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. അദ്ദേഹത്തെ ആനയെ ആക്രമിച്ച് വളരെ മാരകമായി പരിക്കേൽപ്പിച്ചു. RRT ടീം തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. അപ്പോൾ DFO ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെത്തി. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുന്നത് അവർക്കുള്ള കോമ്പൻസേഷനാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 10 ലക്ഷം, അതിൽ 5 ലക്ഷത്തിൻ്റെ ചെക്ക് ഇപ്പോൾ തന്നെ കൊടുത്തു. അടുത്തത് ലീഗൽ ഹയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ 5 ലക്ഷവും. കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒച്ചപ്പന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 6 ലക്ഷം രൂപ വനം വകുപ്പും 4 ലക്ഷം രൂപ റവന്യൂ വകുപ്പുമാണ് നൽകുക. അമൃത ന്യൂസ്, ഇടുക്കി. നീറ്റ് JEE ദേശീയ പ്രവേശന പരീക്ഷകളിൽ സമഗ്രമായ മാറ്റം നിർദ്ദേശിച്ച് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. സ്കൂൾ സിലബസും എൻട്രൻസ് പരീക്ഷയും തമ്മിൽ പൊരുത്തക്കേട്, എൻട്രൻസ് കോച്ചിങ്ങിനെ അമിതമായി ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കണം, ഒപ്പം 12ാം ക്ലാസ് മാർക്കിന് കൂടുതൽ പ്രാധാന്യം നൽകണം തുടങ്ങി സമകാലിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അങ്ങേയറ്റം പ്രസക്തമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷി അധ്യക്ഷനായ 9 അംഗ സമിതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ജിഷ്ണു ചേരുകയാണ് വിശകലനങ്ങളുമായി. ജിഷ്ണു, പലപ്പോഴും ഈ സ്കൂൾ പഠനവും എൻട്രൻസ് പരിശീലനവും രണ്ട് വഴികളാകുന്ന, വ്യത്യസ്ത വഴികളാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് വിദ്യാർത്ഥികളിൽ മാത്രമല്ല രക്ഷിതാക്കളുടെ അടക്കം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം, സാമ്പത്തിക സമ്മർദ്ദം, ഇതൊന്നും ഒട്ടും ചെറുതായി നമ്മൾ കാണേണ്ടതില്ല. ശരിക്കും വിദ്യാർത്ഥികളുടെ അറിവും കഴിവും അളക്കാനുള്ള മാർഗമാകണമെന്ന കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി സമർപ്പിച്ച റിപ്പോർട്ട് അങ്ങനെ വേണ്ടി കാണാൻ.
സ്വപ്ന, നീറ്റ് ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മാറ്റങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നതിനുമായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കീഴിൽ 9-അംഗ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയത്. ആ സമിതിയാണ് പരീക്ഷകളിൽ സമഗ്രമായ മാറ്റം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് സ്കൂൾ പഠനവും ഒപ്പം ഈ പരീക്ഷകളും തമ്മിൽ, പ്രവേശന പരീക്ഷകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസുമായി ബന്ധപ്പെട്ട് അതിനപ്പുറത്തേക്കാണ് നീറ്റ്, JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ സിലബസ് അതിൽ വരുന്നത്, ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂടുതലായി കോച്ചിങ് സെന്ററുകളെ ആശ്രയിക്കുന്നത് എന്ന നിഗമനമാണ്, എന്ന ചൂണ്ടിക്കാണിക്കലാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതിനുള്ള മാർഗം എന്നുള്ളത് ഈ സമിതി തന്നെ ശുപാർശ ചെയ്യുന്നത്, ഒന്ന്, സ്കൂൾ വിദ്യാഭ്യാസവും ഈ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകളുടെ സിലബസും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടാകണം. ഒപ്പം പ്രവേശന പരീക്ഷകൾക്ക് +2 മാർക്ക് കൂടുതൽ അടിസ്ഥാനമാക്കി മുൻപോട്ട് പോകണം. ഇത്തരം മാറ്റങ്ങളിലൂടെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അവർക്ക് കൂടുതൽ ഭാരമുണ്ടാക്കുന്ന നടപടി ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ കോച്ചിങ് സെന്ററുകളുടെ ഭാഗത്തുനിന്ന് അമിതമായിട്ടുള്ള മത്സരം ഈ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നു. അതും വിദ്യാർത്ഥികളെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യവും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്കൂൾ പഠനത്തിൽ അല്ലെങ്കിൽ സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ടൊരു ഏകോപനം നീറ്റ്, JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി NCERT, NTA, CBSE തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സംയുക്തമായി അത്തരത്തിലൊരു മാറ്റമാണ് കൊണ്ടുവരേണ്ടത്. കൂടാതെ കോച്ചിങ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും സമയക്രമവും നിശ്ചയിക്കണം തുടങ്ങി നിരവധി ശുപാർശകളും കണ്ടെത്തലുകളുമാണ് ഈ വിദഗ്ധ സമിതി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ളത്. നിലവിൽ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയരുകയും വലിയ സമരങ്ങൾ നടക്കുകയും എല്ലാം ചെയ്ത പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ നടക്കുന്ന നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ, ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കീഴിൽ നടക്കുന്ന പരീക്ഷകൾ, ഇതിലെല്ലാം തന്നെ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വിവിധ തലത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ഇപ്പോൾ ആ വിദഗ്ധ സമിതി ദേശീയ തലത്തിലെ പ്രവേശന പരീക്ഷകളിൽ സമഗ്ര മാറ്റം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. സ്വപ്ന. തീർച്ചയായും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശരിക്കും ഈ പരീക്ഷ ഒരു പരീക്ഷണമാകാതെ ഓരോ വിദ്യാർത്ഥിക്കും അതിൻ്റെ സമത്വവും അവസരനീതിയും ഒക്കെ ഉറപ്പാക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ വിദ്യാഭ്യാസ രീതി. മാത്രമല്ല ഈ കോച്ചിങ് അധിഷ്ഠിത സംസ്കാരം അതിന് ഒരു അറുതി വരുത്തുന്നതുമാകണം. അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് നീങ്ങുന്നതുമാകണം ഈ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നിലപാടുകൾ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ KGMOയെ അതൃപ്തിയിലാണ്. കാരണം ഡോക്ടർമാരുടെ കുറവ്, അധിക ജോലിഭാരം, ഡ്യൂട്ടി ക്രമീകരണം, സേവന വേതന വ്യവസ്ഥകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ KGMOയെ ആശങ്ക വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും KGMOയുടെ എതിർപ്പ് തള്ളി ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിന് അന്തിമ രൂപരേഖയായിട്ടുണ്ട്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എതിർപ്പിനിടെയാണ് ആശുപത്രികളിലെ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ പ്രധാന ആശുപത്രികളിൽ 6 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ മുഴുവൻ സമയ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യഘട്ടം പുനലൂരിൽ നടപ്പാക്കും. ഇവിടെ 15 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അധിക സേവനം ആവശ്യമായി വരും. കൊല്ലം ജില്ലയിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ 74 ഡോക്ടർമാരെ പുനർവിന്യസിക്കും. ആവശ്യാനുസരണം നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും മാറ്റി നിയമിക്കും. കൂടുതൽ ജീവനക്കാർ ആവശ്യമെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സേവനവും ഉപയോഗപ്പെടുത്തും. പുനലൂർ മാതൃക വിലയിരുത്തിയ ശേഷമാകും പദ്ധതി മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെ ജൂനിയർ കൺസൾട്ടന്റുമാരായി താൽക്കാലികമായി നിയമിക്കും. പിന്നീട് ഇവരുടെ തസ്തികകൾ പുനർനാമകരണം ചെയ്യാനും പദ്ധതിയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിലുണ്ടാകുന്ന ഒഴിവുകൾ ജോലിഭാരം കുറഞ്ഞ ആശുപത്രികളിലെ ഡോക്ടർമാരെയും പുതിയതായി നിയമിക്കുന്ന PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെയും ഉപയോഗിച്ച് നികത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും ഡോക്ടർമാരുടെ സംഘടനകളുമായി ചർച്ച നടത്തി ഒരു പ്രായോഗിക പരിഹാരത്തിലേക്ക് എത്തുക എന്നത് തീർച്ചയായും സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെയാണ്. ഒരേ സമയം രോഗികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കണം, ഒപ്പം ഡോക്ടർമാരുടെ തൊഴിൽ സാഹചര്യങ്ങളും സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ഈ പുനർവിന്യാസ നടപടികൾ വരേണ്ടത്.
പ്രതിപക്ഷ ഉപനേതൃ തർക്കത്തിൽ ആടിയുലയുകയാണ് ഇടതുമുന്നണി. അനുദിനം രൂക്ഷമാകുന്ന CPM-CPI പോരിൽ കടുത്ത പ്രതിസന്ധിയിലാണ് നേതൃത്വം. ദേശീയ തലത്തിൽ വീണ്ടും സമവായ ചർച്ച നടത്തി ഒരു സമവായ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. CPM നേതൃത്വത്തിലെ ചേരിപ്പോരും പ്രശ്നപരിഹാരത്തിന് തടസ്സമാകുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. CPM-ലെ ഒരു വിഭാഗം CPI-യെ പിന്തുണയ്ക്കുന്നതായ സൂചനയുമുണ്ട്. അൻഫിലിഡ് ഡിസൂസ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ റീജിയണൽ ഹെഡ് ചേരുന്നു. അപ്പം അതിനു മുൻപ് നമുക്ക് ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു, അതൊന്ന് കാണാം. CPI-CPM ബന്ധത്തിൻ്റെ രാഷ്ട്രീയം അറിയാത്തവർ പലതും പറയുമെന്നും വാക്കുകളിൽ പുലർത്തേണ്ട മിതത്വം CPI-ക്ക് അറിയാമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചു. ഇന്നത്തെ ഇന്ത്യ ലക്ഷ്യബോധമുള്ള ഇടതുപക്ഷ ഐക്യം ആവശ്യപ്പെടുന്നുണ്ട്. CPM-CPI ഐക്യം പ്രധാനപ്പെട്ടതാണെന്ന് CPI-ക്ക് അറിയാമെന്നും ബിനോയ് വിശ്വം വൈക്കത്ത് പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ CPM നേതാക്കളായ വി ശിവൻകുട്ടി, CN മോഹനൻ എന്നിവരുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. CPI-CPM ബന്ധത്തിൻ്റെ രാഷ്ട്രീയം അറിയാത്തവർ പലതും പറയും. ആ രാഷ്ട്രീയം CPI-ക്ക് അറിയാം. അതുകൊണ്ട് CPI-ക്ക് എപ്പോഴും വാക്കുകളിൽ പുലർത്തേണ്ട മിതത്വം അറിയാം. അത് CPI-ക്ക് എപ്പോഴും ബോധ്യമുണ്ട്. ഇന്നത്തെ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്, കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ലക്ഷ്യബോധമുള്ള, ഹൃദയബന്ധമുള്ള ഇടതുപക്ഷ ഐക്യം, കമ്മ്യൂണിസ്റ്റ് ഐക്യം പ്രധാനമാണ്. CPI-CPM ബന്ധം ആ രാഷ്ട്രീയം CPI-ക്ക് അറിയാം. അൻഫിൽ ഡിസൂസ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി, ഇതിൻ്റെ വിശകലനങ്ങളുമായി. അൻഫിൽ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് CPM-CPI ബന്ധത്തിൻ്റെ ഒരു ആഴം അറിയാത്തതാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ തർക്കത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ്. ശരിക്കും ഈ ഈഗോ എല്ലാം മാറ്റിവെച്ച് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ചർച്ച ചെയ്താൽ തീരുന്ന കാര്യങ്ങൾ, ഇതിനേക്കാൾ വലുതായി തിരഞ്ഞെടുപ്പ് തോൽവിയടക്കം ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തു നിന്നും നേരിട്ടതടക്കം ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ സമയം ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പക്ഷേ CPI-ക്ക് ബോധ്യമായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോടടക്കം ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. വിവരങ്ങൾ സ്വപ്ന, തീർച്ചയായും നമ്മൾ ഈ കുറച്ച് നാൾ മുമ്പ് വരെ കരുതിയിരുന്നത് ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് രണ്ട് വിഭാഗവും ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ അനുദിനം ഈ തർക്കം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിലാണ്. ഇതിനൊക്കെ തന്നെ കാരണമാകുന്നത് ഇപ്പോൾ ഈ പിണറായി വിജയന്റെ പരസ്യമായ പ്രസ്താവനയാണ്. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ആ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാവാണ് പരസ്യമായി CPI-യെ തള്ളി പറയുന്നതാണ് CPI-യെ പ്രകോപിപ്പിച്ചത്. അതായത് ഇത് CPM ഞാനാണ് തീരുമാനിക്കുന്നത്, താൻ തന്നെയാണ് കത്ത് നൽകുന്നത് സ്പീക്കർക്ക്. ആ കത്തിൽ CPM നേതാവ് മാത്രമായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരാളുണ്ടെങ്കിൽ അത് CPM നേതാവ് തന്നെ ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പരസ്യമായി പറയുമ്പോൾ അതൊരു ഏകപക്ഷീയമായ നിലപാടാണ്. അതാണ് ഇത്രയേറെ പ്രകോപനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ CPI-ലെ നേതാക്കന്മാർ ബിനോയ് വിശ്വം അടക്കം കടുത്ത നിലപാടുമായി രംഗത്ത് വരുന്നു. സത്യൻ മൊകേരി CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ദേശാഭിമാനി ലേഖനം എഴുതുമ്പോൾ വലിയ രീതിയിൽ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് CPM-ന്റെ വലിയൊട്ടൻ മനോഭാവത്തെ ചോദ്യം ചെയ്യുന്നു. ഇതിൽ പ്രകോപനപരമായാണ് CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായ CN മോഹനായാലും ശിവൻകുട്ടി ആയാലും വലിയ രീതിയിൽ പ്രകോപിതരായി സംസാരിക്കുന്നു. അപ്പോൾ പരസ്യമായി നേതൃനിരയിലിരിക്കുന്നവർ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു രീതിയിലേക്ക് ഇടതുമുന്നണി മാറുന്നു എന്നതാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചായാലും മറ്റു ഘടകകക്ഷികൾ പോലും പ്രകോപിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണോ ഈ ഒരു നിർണായക വേളയിൽ പ്രതിപക്ഷത്ത് ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമ്പോൾ CPM-CPI-യും തമ്മിലൊരു ചേരിപ്പോര് ഇങ്ങനെയാണോ? അപ്പോൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നിസ്സാര വിഷയത്തിലാണ് ഇത്രയേറെ രീതിയിൽ CPM-CPI ഒരു നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുമ്പോൾ ദേശീയ നേതൃത്വം ഒരു തവണ നമുക്കറിയാം D രാജയും MA ബേബിയും ചർച്ച നടത്തിയതാണ്. പക്ഷേ അപ്പോഴും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇനി വീണ്ടും ഇവർ ചർച്ച നടത്തി. അങ്ങനെ ഇപ്പോൾ CPI കരുതുന്നത് ദേശീയ നേതൃത്വം അടക്കം ഇടപെട്ട്, അതായത് MA ബേബിയും ഒരു ചർച്ച നടത്തുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ്. പക്ഷേ അപ്പോഴും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല, പിന്നോട്ട് പോകുന്നുമില്ല. അവർ പറയുന്ന ന്യായം പിണറായി വിജയൻ പരസ്യമായി CPI-യെ തള്ളി പറയുമ്പോൾ ഇനി എന്തിന് തങ്ങൾ പിന്നോട്ട് പോകണമെന്നാണ് CPI പറയുന്നത്. അതേസമയം ദേശീയ നേതൃത്വം ഇടപെട്ടാൽ പോലും പിണറായി വിജയൻ എന്ന നേതാവ് പരസ്യമായി CPI-യെ തള്ളി പറഞ്ഞൊരു സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിൽ MA ബേബി, ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പോലും എത്ര കണ്ട് അതിലൊരു മറിച്ച് മറ്റൊരു തീരുമാനത്തിൽ എത്താൻ കഴിയുമെന്നൊരു ചോദ്യം. അതേപോലെ തന്നെയാണ് CPM-ലെ ഒരു വിഭാഗീയത, അതായത് വലിയ രീതിയിൽ ഒരു ചേരിപ്പൊരു നേതൃനിരയിൽ പോലും ഉണ്ട്. കാരണം അത്രയേറെ പരാജയം ഏറ്റുവാങ്ങിയൊരു സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും വലിയ രീതിയിൽ
ഒരു വിമർശനവും ഒരു ചേരി അവിടെ രൂപപ്പെട്ടു വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു എതിർചേരിയുള്ള വിഭാഗത്തിൻ്റെ ശക്തമായൊരു പിന്തുണ ഈ ഒരു വിഷയത്തിൽ, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള വിഷയത്തിൽ CPIക്ക് ലഭിക്കുന്നു എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഇത് രത്നചുരുക്കം എന്ന് പറയുന്നത് CPMൻ്റെ തന്നെ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ, പരോക്ഷമായൊരു പിന്തുണ CPIക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ CPIയുടെ വാദങ്ങൾക്ക് അത് തന്നെയാണ് അൻഫിദ് ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിലടക്കമുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ കൂടിയും എത്ര കണ്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ പറഞ്ഞതുപോലെ ലക്ഷ്യബോധമുള്ള ഇടതുപക്ഷ ഐക്യം ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇടതുമുന്നണി എന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ CPM CPI ഐക്യം പ്രധാനപ്പെട്ടത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ തർക്കത്തിൽ CPM നേതാക്കളായ ഈ ശിവൻകുട്ടി, CN മോഹനൻ ഇവരുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുമ്പോഴും CPIയുടെ ഭാഗത്തെ പിന്തുണച്ചുകൊണ്ട് CPMലെ ഒരു വിഭാഗം രംഗത്ത് വരുന്നു എന്നാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു അപ്ഡേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനൊരുങ്ങി KCB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിനാണ് നീക്കം. വിവിധ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാൻ KCB റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. യൂണിറ്റിന് 12.5 രൂപ വരെയാണ് വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഇത്തവണ മഴക്കാലത്ത് പോലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു KSEBക്ക്. ഇതിനെതിരെ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ KSEBയെ വിമർശിക്കുകയും ചെയ്തു. കൃത്യമായി ആസൂത്രണമില്ലാത്തതിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് വൈദ്യുതി വാങ്ങാൻ KSEBയുടെ നീക്കം. മഴയൊഴിയുന്ന മാസങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ് KSEB നേരത്തെ കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത്. ടാറ്റ, ജിൻഡാൽ തുടങ്ങി 8 കമ്പനികളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ 2027 മെയ് 15 വരെ 200 മുതൽ 1000 മെഗാവാട്ട് വരെ വൈദ്യുതിയാണ് വിവിധ ഘട്ടങ്ങളിൽ വേണ്ടിവരിക. കഴിഞ്ഞ വർഷം യൂണിറ്റിന് 5ഉം 6ഉം രൂപയ്ക്ക് വൈദ്യുതി നൽകിയ കമ്പനികൾ ഇത്തവണ ടെൻഡറിൽ ഉയർന്ന തുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. രാത്രികാലത്തേക്കുള്ള വൈദ്യുതിക്ക് യൂണിറ്റിന് 7 രൂപ മുതൽ 12.5 രൂപ വരെ നിരക്ക് ഉയർന്നിട്ടുമുണ്ട്. 3 കമ്പനികൾ മാത്രമാണ് 10 രൂപയിൽ താഴെയുള്ള നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KSEBയുടെ അപേക്ഷ സെപ്റ്റംബർ 3-ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കും. നിലവിൽ രാത്രികാലങ്ങളിൽ യൂണിറ്റിന് പരമാവധി 10 രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങാനാണ് KSEBക്ക് അനുമതിയുള്ളത്. ഇക്കാര്യവും റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.